ഇന്ന് എന്റെ യാത്ര വെച്ചാൽ ഞങ്ങളുടെ ക്രിക്കറ്റ് ടീമുമായിട്ടാണുള്ള യാത്രയാണ്. ഞങ്ങളെ ക്രിക്കറ്റ് ടീം എറണാകുളത്ത് ഒരു ടൂർണമെന്റ് കളിക്കാൻ പോകുന്നതിന്റെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്താണ് സ്വദേശം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. അപ്പം ഗ്രാമീൺ ബാങ്കിന്റെ 4 ജില്ലകളിലായിട്ടുള്ള തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം അങ്ങനെ 4 ജില്ലകളിലോട്ടുള്ള ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു ടൂർണമെന്റാണ്. ലീഗ് മാച്ചായിട്ട് 4 പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. ടോപ്പ് 2 വരുന്ന ആൾക്കാർ ഫൈനല് കളിക്കും. അങ്ങനെ ഞങ്ങൾ 2 കളിയും, കോട്ടയം 3 കളിയും, എറണാകുളം 1 കളിയും, അറ്റ്മോസ്ഫിയറിൽ തൃശ്ശൂരിൽ 1 കളിയും ജയിക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ കോട്ടയവും തിരുവനന്തപുരവും ഫൈനലിൽ വന്നു. ഞങ്ങൾ കോട്ടയം ഞങ്ങളെ തോപ്പിച്ചിരുന്നു ബാക്ക് ടു ബാക്ക്. പക്ഷെ നമ്മളെ കോട്ടയവും തമ്മിൽ കളിച്ചപ്പം പ്രധാനപ്പെട്ട കളിക്കാരൊന്നും കളിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പം അത് അൾട്ടിമേറ്റ്ലി നല്ലൊരു സൂപ്പർ ഫൈനലായിട്ട് വന്നു. ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്തിട്ട് 48 റൺസ് നേടി, 4 വിക്കറ്റ് നഷ്ടത്തിൽ. 6 ഓവർ മാച്ചായിരുന്നു. അപ്പം അതിൻ്റെ അവസാനത്തെ ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരു ടഫ് പിച്ചുമാണ്, റബ്ബർ പിച്ചാണ്. വിക്കി ബോളിലാണ് കളിക്കുന്നത്. ഒരു പ്രത്യേക അനുഭവമാണ്. നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് ദൂരെ വന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നത്. ആ ഒരു അനുഭവം നിങ്ങൾ മറ്റു പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ആ കാഴ്ചകളിലെ കുറച്ച് ഹൈലൈറ്റ്സ് ആണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ആര് ജയിച്ചെന്നുള്ള കാര്യം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ല ഇല്ല അവാർഡുകൾ വിതരണം ചെയ്യാനായി നമ്മളുടെ ഗ്രാമീൺ ബാങ്കിലെ AGM മനോജ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം എറണാകുളം മെയിൻ ബ്രാഞ്ച് മാനേജർ ഷിബിലാൽ സാറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ അവാർഡ് നൽകുന്നതിലേക്കായി ഞാൻ എൻ്റെ പേരിലും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും പേരിൽ ക്ഷണിക്കുന്നു. സതീഷ്. ആദ്യമായി ഇന്നത്തെ ഗെയിമിൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്നും അതിനെക്കുറിച്ച് സാറിന് ഒരു പിക്ചർ കിട്ടാനായി ഒന്ന് പറയാം. 4 ടീമായിരുന്നു ഉണ്ടായിരുന്നത്. എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, ട്രിവാൻഡ്രം. 6 ടൂർണമെൻറ്റ്സ് നടന്നു, ഒരു ഫൈനലും. 6 ടൂർണമെൻറ്റ്സിൽ വിന്നേഴ്സ് ആയത് കോട്ടയവും ട്രിവാൻഡ്രമായിരുന്നു. അവർ തമ്മിലായിരുന്നു ഫൈനൽസ് ഉണ്ടായിരുന്നത്. ഫൈനൽസിൽ ട്രിവാൻഡ്രമാണ് വിന്നേഴ്സ് ആയത്. സോ ചാമ്പ്യൻസ് ട്രിവാൻഡ്രമാണ്. ഫസ്റ്റ് റണ്ണേഴ്സ് കോട്ടയം, സെക്കൻഡ് റണ്ണേഴ്സ് എറണാകുളം ആൻഡ് തൃശ്ശൂർ. ആദ്യമായി ഫസ്റ്റ് നടന്ന 6 ടൂർണമെൻറ്റുകളുടെ മാൻ ഓഫ് ദ മാച്ച് അവാർഡ്സ് കൊടുക്കുകയാണ്. ഫസ്റ്റ് മാച്ച് ബിറ്റ്വീൻ എറണാകുളം ആൻഡ് കോട്ടയം. മാൻ ഓഫ് ദ മാച്ച് നിതീഷ് ഓഫ് കോട്ടയം. ഒരാളോ
Second match between Thrissur and Trivandrum. Man of the match, Adarsh of Trivandrum. Third match between Trivandrum and Ernakulam. Man of the match, Anu of Trivandrum. Fourth match between Thrissur and Kottayam. Man of the match, Mukesh of Kottayam. Fifth match, Ernakulam and Thrissur. Man of the match, Anu of Thrissur. Sixth match, Kottayam versus Trivandrum. Man of the match, Bittu of Kottayam. ഇനി ഫൈനൽ മാച്ചിലെ മാൻ ഓഫ് ദ മാച്ച് ആണ്. ദ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ഗോസ് ടു അനു ഓഫ് ട്രിവാൻഡ്രം. ഇനി ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനുള്ള അവാർഡാണ്. 44 റൺസ് നേടി ആ അവാർഡ് കിട്ടിയിരിക്കുന്നത് ബാബുരാജ് ഫ്രം ട്രിവാൻഡ്രം. തൃശ്ശൂർ ബാബുരാജ് ഫ്രം തൃശ്ശൂർ. അടുത്തതായി ഏറ്റവും മികച്ച ബൗളർക്കുള്ള അവാർഡാണ്. ദ അവാർഡ് ഗോസ് ടു നിതിൻ ഫ്രം തൃശ്ശൂർ. 4 wickets ആണ്, 4 wickets ആണ് നിതിൻ കരസ്ഥമാക്കിയത്. അടുത്തതായി ടീമുകൾക്കുള്ള കപ്പ് വിതരണമാണ്. ഏറ്റവും ആദ്യം തൃശ്ശൂർ ടീം, പ്ലീസ് കം ടു ദ സ്റ്റേജ് ഫോർ റിസീവിംഗ് ദ പ്രൈസ്. തൃശ്ശൂർ ടീം എല്ലാവരും ഫോർത്ത് പൊസിഷൻ. അടുത്തതായി സെക്കൻഡ് റണ്ണർ അപ്പിനുള്ള കപ്പാണ്. ഇൻ ഗോസ് ടു എറണാകുളം ടീം. അടുത്തതായി ഫസ്റ്റ് റണ്ണേഴ്സാണ്. വളരെ നല്ല ഗെയിം കാഴ്ചവെച്ച കോട്ടയം ടീം. വീഡിയോ Now it's the time for the champions. വളരെ നല്ല ഗെയിം കാഴ്ചവെച്ച് അവസാന ഓവറിൽ വളരെ ടൈറ്റായി ആ ഗെയിം തിരിച്ചു പിടിച്ച തിരുവനന്തപുരം is the champions of this tournament. വീഡിയോ ടീമിന്റെ ടൂർണമെന്റ് തുടങ്ങുന്നത് കേൾക്കാം നമ്മളൊരു 3 റൺസിന്റെ ഒരു
സംസാരം നിന്നാണ് നമ്മൾ ടൂർണമെൻറ്റിനെ പറ്റി തുടങ്ങുന്നത്. അത് ആദ്യം തൃശ്ശൂർ, പിന്നെ കോട്ടയം, ട്രിവാൻഡ്രം, നമ്മൾ 3 പേരും കൂടെ ചെയ്യാനിരിക്കുന്നത്. പിന്നെയാണ് നമ്മൾ എറണാകുളം കൂടെ വന്നു. അപ്പോൾ ടർഫ് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലോസ്ഡ് ടർഫ് തന്നെ വേണമെന്നായി. അവസാനമാണ് നമ്മൾ ഇതെല്ലാം ഫിക്സ് ആവുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ ട്രിവാൻഡ്രം എന്നല്ല, എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, എസ്പെഷ്യലി പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ അനൂപ് സാറ്, നമ്മുടെ എറണാകുളത്ത് നിന്നുള്ള നമ്മുടെ ദൈവകുമാർ സാറ്, കോട്ടയം നിന്നുള്ള പ്രവീൺ, അരുൺകുമാർ സാറ്, എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും നന്ദി പറഞ്ഞില്ല. കാരണം നമ്മൾ ആദ്യമേ നമ്മുടെ കൺസെപ്റ്റ് ഇന്ന് രാവിലെ നമ്മൾ ട്രെയിൻ വരെ ലേറ്റായി. അപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പം അതേ സ്പിരിറ്റിലെടുക്കുകയും കളി അതേ രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ബാങ്കിൻ്റെ ഇത്രയും പ്രഷറായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള മാച്ചസ് നമുക്ക് ഇനിയും കണ്ടക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയും നമുക്ക് ഇതുപോലെ കളികൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഇനിയും ഇതുപോലെ നല്ല നല്ല കളികൾ എവിടെയായാലും ഓർഗനൈസ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വൺസ് അഗൈൻ വന്ന എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ ക്ഷണിച്ച് കേൾക്കുക നമ്മുടെ CM മനോജ് സാർ, AGM മനോജ് സാർ, പിന്നെ എസ്പെഷ്യലി നമുക്ക് വേണ്ടി മൈക്കിൽ അനൗൺസ് ചെയ്ത 3 പേര് പറഞ്ഞോടൊപ്പം എന്നാലും നന്നായിരുന്നു. വിധു, പ്രവീൺ, പിന്നെ ഒരു പ്രോയുണ്ട്. 3 പേര് നന്നായിട്ട് അത് മാനേജ് ചെയ്തു. അത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ വരുമ്പോൾ അനൗൺസ്മെൻറ്റ്, അപ്പോൾ നമ്മുടെ ടൂർണമെൻറ്റ് തന്നെ എന്ന രീതിയായിരുന്നു. കാരണം ആ ടൂർണമെൻറ്റ് ടൂർണമെൻറ്റ് അതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ്. നമുക്ക് ഇനിയും നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.